നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. സോറി, ഓക്കെ, എല്ലാം കൂടെ ചാടി. ഓക്കെ, ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ജസ്റ്റ് ഗൈഡൻസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഒറക്കിൾ കാർഡ്സ് മാത്രമാണ് എടുക്കുന്നതെന്ന് ടാരോ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്. വുമൺ, ഡോഗ്, വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ലില്ലി, സ്കൈറ്റ്, ഓക്കെ, ഇതും കൂടെ എടുക്കാം. ഡീപ്ലി, വാവ്, ലോയൽ ആൻഡ് റെസ്പെക്ട് രണ്ടും കൂടി. ഓക്കെ, എൻലൈറ്റൻമെന്റ്, ക്ലാരിറ്റി, റെക്കഗ്നിഷൻ. ഓക്കെ, ചാലഞ്ചസ്, സ്പിരിച്വൽ. കുറച്ച് കാർഡ്സ് കൂടി ഞാൻ എടുക്കാൻ വേണമെങ്കിൽ. ഇവിടെ വുമൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അവരുടെ ലൈഫിൽ മെയിൻ ഒരു പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അതായത് ലേഡി ആവണമെന്നില്ല, മീൻസ് നിങ്ങൾ ലേഡീസ് ആവണം നിർബന്ധമില്ല. നിങ്ങൾ ജെൻസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുത്തോളൂ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആരായാലും ശരി, ജെൻസ് ആയാലും ലേഡീസ് ആയാലും, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കാണുന്നത് ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന രീതിക്കാണ് കാണുന്നത്. അവർ നിങ്ങളോട് വളരെയധികം ആക്ച്വലി ലോയലും ആണ്. ഓക്കെ, അതായത് അവരെ സ്നേഹം, ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ശരിക്കും നമ്മൾ ഡോഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ വളരെ ലോയലാണ് എന്നാണ് പറയുക. നമ്മളോട് വളരെയധികം അറ്റാച്ച്ഡ് ആണ് എന്ന രീതിക്ക് എടുക്കും നമ്മൾ. സോ അത് ഇവിടെയും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ലോയലാണ് എന്ന് വെച്ചാൽ അവർ എന്തായാലും പറയാം ആത്മാർത്ഥത, അല്ലേ, അങ്ങനെയൊക്കെയല്ലേ പറയാം. ആത്മാർത്ഥത ഉണ്ട് അവർക്ക്, നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് ആത്മാർത്ഥമായ തന്നെയാണ്. നിങ്ങൾ അതിനൊന്നും സംശയിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ എടുത്ത് കാണിക്കുകയാണ് യൂണിവേഴ്സ്. ലില്ലി എന്ന് പറയുമ്പോഴും ഇവിടെ ലില്ലി ഫ്ലവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ്, ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്നേഹത്തോടെ ഉള്ള ഒരു ബന്ധം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ശരിക്കും അവർക്ക് അങ്ങനെയാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഓക്കെ, നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെയുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇവിടെ സ്കൈറ്റ് ആൻഡ് ക്രോസ് കാണുന്നുണ്ട്. ഇത് ഇവിടെ ചാലഞ്ചസ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് തേർഡ് പാർട്ടി കാരണമോ വേറെ എന്തെങ്കിലും കാരണമോ ജോലി കാരണമോ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തരത്തിലാവാം. ഇവിടെ ഒരു കാർമിക് സമയമാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരല്പം അകൽച്ച, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ടഫ് ഫേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ തമ്മിലൊരു അടുപ്പം ഇപ്പോൾ കുറഞ്ഞു കാണാം. സോ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് കൂടുതൽ വരിക, എന്തെങ്കിലും സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ തമ്മിലൊരു നല്ലൊരു സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്തെല്ലാം വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഒരു കാർമിക് ഫേസ് ആണ് എന്ന് പറയാം നമുക്ക്. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് എനിക്ക് കാണുന്നത്. ഓൾ ട്രൂ സോൾ കണക്ഷൻസ് ഇൻവോൾവ് ചാലഞ്ചസ് ദാറ്റ് ക്യാൻ ബി ഓവർകം. ഓക്കെ, ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ദാറ്റ് അത് കടക്കുകയില്ല. നമുക്ക് ആ സമയത്ത് അങ്ങനെ തോന്നും. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കത് കടക്കാൻ സാധിക്കും എന്നുകൂടിയുണ്ട്. യു ക്യാൻ ഓവർകം ഇറ്റ് എന്നുകൂടിയാണ്. ഇതൊരു സമയമാണ്, ഇതൊരു ടഫായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് ശരിക്കും നമ്മളെ ഒരു ബോണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എഫേർട്ട് രണ്ട് ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ള ഒരു ടെസ്റ്റിംഗ് കൂടിയാണ് യൂണിവേഴ്സിൻ്റെ. സോ അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, സോ ഇപ്പോൾ ഒരു ടഫ് സമയമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷനാണ്, നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ ജേർണിയുടെ ബിഗിനിങ് ആണ് എന്നാണ് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇപ്പം നമുക്ക് പേഴ്സൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവാം. ഓക്കെ, സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ കൂടി നമ്മൾ പറയില്ലേ ഇപ്പോൾ ഈ കാണുന്ന ഒരു റൊമാൻറ്റിക് ലൈഫ് സിനിമയിലൊക്കെ കാണുന്ന കഥ പോലെ അങ്ങനെയൊന്നും അല്ലാതെ അതിനപ്പുറം കുറച്ചുകൂടി റിയാലിറ്റിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, അതിൽ നമ്മൾ ശരിക്കും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് ഓക്കെ ഒരു സ്നേഹം നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യാം, എന്താണിത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു ലോകത്ത് കാണുന്നതിനേക്കാളൊക്കെ മേലെ വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. ഒരു സ്പിരിച്വലിലേക്ക് കുറച്ചുകൂടി നിങ്ങളൊന്ന് മാറാം. ആൻഡ് ഇവിടെ ലുക്ക് ഡീപ്ലി വിത്തിൻ
ടു ഡിസ്കവർ യുവർ സോൾ പർപ്പസ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. സി, നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളെ ഒന്ന് സ്പിരിച്വൽ ആക്കാനാണ്. ഓക്കെ, അതൊന്ന് നിങ്ങളെ യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ അടുപ്പിക്കുക. സ്നേഹം എന്താണ്, പ്യുവർ സ്നേഹം എന്താണ്, അൺകണ്ടീഷണൽ സ്നേഹം എന്താണ്, ഇതൊക്കെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പറയരുത് ആ പേഴ്സൺ എനിക്ക് സ്നേഹം തിരിച്ച് തരുന്നില്ല, പിന്നെ എന്താണ് അതിൽ സ്നേഹത്തെ കാര്യം. ഒരിക്കലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പറയരുത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന എന്താണ് നോക്കിയിട്ടാണോ അങ്ങനെ സ്നേഹം എന്ന് പറയുന്നത്? അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് പറയും. ഇത് ഞാൻ ഇവിടെ ഇന്ന് അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഞാൻ ആക്ച്വലി എല്ലാവർക്കും അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തു വരില്ല. ഓക്കെ, ശരിക്കും റിയലി നിങ്ങളെ തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ലൈക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, ലുക്ക് ഡീപ്ലി വിത്തിൻ യു ടു ഡിസ്കവർ യുവർ സോൾ പർപ്പസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ബന്ധത്തിൽ എന്തിനാണ് വന്നത്? നിങ്ങളിവിടെ എന്താ പഠിക്കാനുള്ളത്? ഈ ബന്ധം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താ മാറ്റം വരേണ്ടത്? അവരുടെ ലൈഫിൽ എന്താണ് മാറ്റം? എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കുക. അതാണ് സ്പിരിച്വൽ ആവാൻ പറഞ്ഞത്. എനിവേ, കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ട് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഒരു സാധാരണ ഒരു യുനോ മരം ചുറ്റി പ്രേമം എന്നൊക്കെ നമ്മൾ പണ്ട് വിളിക്കുന്ന പോലെ അതൊന്നും അല്ലാതെ അതിൻ്റെയൊക്കെ അപ്പുറം ഈ സ്നേഹത്തിനൊരു മീനിങ് ഉണ്ട്, ഒരു അർത്ഥമുണ്ട് എന്ന രീതിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങാൻ കൂടി ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് റെസ്പെക്ട് യുവർ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് അങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ആക്ച്വലി നിങ്ങളോട് റെസ്പെക്ട് ഉണ്ട് എന്നുകൂടി ആയിരിക്കാം. ഓക്കെ, അവർ കാണിക്കുന്നുണ്ട്, ഇതൊന്നും ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. അതൊക്കെയാണ് ചില റിലേഷൻഷിപ്പിൽ നമുക്ക് പ്രോബ്ലം വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് കാണിക്കുന്നുണ്ടാവില്ല. ബട്ട് എപ്പോഴും എങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. അതെപ്പോഴും അങ്ങനെയല്ലേ? ഓക്കെ, നിങ്ങൾ അവരെയും റെസ്പെക്ട് ചെയ്യുക. അവരുടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരെന്താണ്, അവരെങ്ങനത്തെ വ്യക്തിയാണ്, അതിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. നിങ്ങൾക്ക് എതിർക്കാം, വിരോധമൊന്നുമില്ല. പക്ഷേ ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും നമ്മൾ കൊടുക്കും വേണം. ഒരു മനസ്സിലാക്കൽ വേണം, അവരിങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പക്ഷെ അതിൽ നമുക്ക് പറയാം ദറ്റ് ഇന്ന കാര്യം നമുക്ക് ശരിയാവുന്നില്ല എന്ന് നിങ്ങൾക്ക് വളരെ ന്യായമായ ഒരു ഇത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, എനിവേ ഇവിടെ റെസ്പെക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. റെസ്പെക്ട് ഈച്ച് അതർ. ഓക്കെ, അത് വേണം ഒരു ബന്ധത്തിൽ. ആൻഡ് എൻലൈറ്റൻമെൻറ്റ്. with enlightenment there is no separation. We recognize that we are divine, one with the divine. എന്താ ഞാൻ പറയുന്നത്? നിങ്ങൾ ഒരു ഈ എന്താണ് ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സ്നേഹം എന്താണ് എന്ന് നമ്മൾ ആക്ച്വൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ട് നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് അല്ല എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പേഴ്സൺ മാറി നിൽക്കുന്നു, അവർ സംസാരിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അവരെവിടെയോ ആണ്, വേറെ ആരുടെയെങ്കിലും കൂടെയാണ്, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരിക്കലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ അവരുടെ സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്ക് ട്രസ്റ്റ് വന്നാൽ, ഓക്കെ, ആരുണ്ടെങ്കിലും ശരി, എന്ത് കാർമിക് സിറ്റുവേഷൻ ഇടയിൽ വന്നാലും ശരി, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, നമ്മൾ പറയില്ലേ, നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ലോകത്തിൻ്റെ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പണ്ടത്തെയോ, അല്ലെങ്കിൽ നമ്മളൊരു ശരിക്കും ചിന്തിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടായി എന്ന് വെച്ച് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് സ്നേഹമില്ല എന്നല്ല അർത്ഥം. ഓക്കെ, അവിടെ നമ്മൾ ഒത്തുചേർന്ന് പോകുന്നില്ല, രണ്ടുപേരുടെയും ചിന്തകൾ മാച്ചല്ല, രണ്ടുപേരും പലതരത്തിലാണ് എന്നൊക്കെ പറഞ്ഞാലും അവിടെ നമ്മൾ ഒരിക്കലും സ്നേഹമില്ല എന്നുള്ള ഒരർത്ഥമല്ല. ഒരാൾ വേറെ തരത്തിലായിരിക്കാം സ്നേഹം കാണിക്കുന്നത്, വേറൊരാളുടെ വേറെ തരത്തിലായിരിക്കാം. സോ ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസിൽ നമ്മൾ സ്നേഹം എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ, ഓക്കെ, നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് ആണ്, വേറെ വേറെയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങളോട് കൊണ്ടുവരാനാണ് പറയുന്നത്. അതാണ് സ്നേഹത്തിനെ നമ്മൾ മനസ്സിലാക്കുക. എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ സ്പിരിച്വലി നമ്മൾ മനസ്സിലാക്കുക എന്താണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ബന്ധം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഒന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് സ്ട്രോങ് കണക്ഷൻ്റെ ലക്ഷണം. അതാണ്. ആൻഡ് ക്ലാരിറ്റി. ടേക്ക് ടൈം ടു തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ ടു ലെയിൻ. ഓക്കെ, നിങ്ങൾ ആദ്യം ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഈ സിറ്റുവേഷൻ എടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഞാൻ മുമ്പൊരിക്കൽ ഞാൻ ഇടയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എത്ര പേര് കേട്ടു എന്നറിയില്ല, കാർമിക് ആൻഡ് സോൾ നല്ലൊരു കണക്ഷൻ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു. കാർമിക് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അതായത് ഒരിക്കലും നിങ്ങളൊരു സന്തോഷമേ ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഒരിക്കലും ഡെവലപ്പ് ആവില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് നിങ്ങൾ ഫീൽ ചെയ്യില്ല. നിങ്ങൾ എപ്പോഴും കൂടുതൽ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, ബട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളതിൽ നിങ്ങൾക്ക് വളർച്ച കാണും. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും, ബോൾഡ് ആവും, നിങ്ങൾ മാറി വരും. നിങ്ങൾക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഒരു ഡൗൺ ഫേസ് പോയാലും അതിൽ നിന്ന് നിങ്ങൾ മേലെ വന്ന് നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ മാറ്റിയെടുക്കും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങും. പേഴ്സണെ ആലോചിച്ച് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാവും, അത് വേറെ. ഓക്കെ, ബട്ട് നിങ്ങൾ സ്വയം
നിങ്ങൾ കുറേ മാറും. ആ മാറ്റം നിങ്ങളിൽ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതാണ് ഒരു നല്ല റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണം. ഓക്കെ, യെസ് വിഷമിക്കും, കാരണം നമ്മൾ പേഴ്സൺ കൂടെ ഇല്ല, അല്ലെങ്കിൽ സങ്കടം അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ആ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരാം. ആദ്യം നിങ്ങൾ ഈ ബന്ധത്തിനെടുത്ത് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വിഷമങ്ങൾ കാരണം നിങ്ങൾ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലതൊന്നും മീൻസ് നിങ്ങളിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഡൗൺ ആണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതോ മേലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. പേഴ്സൻ്റെ കാര്യം വിടും, റിലേഷൻഷിപ്പിൻ്റെ കാര്യം വിടും, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു ബോൾഡ്നെസ്, നിങ്ങളുടെ എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ മാറട്ടെ, ഞാൻ മാറ്റട്ടെ എന്നെ തന്നെ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് ഈ ഒരു വിഷമത്തിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം എന്ന് ചിന്തിച്ച് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? അതങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒരു നല്ല ബന്ധം തന്നെയാണ്. ബിക്കോസ് അത് നിങ്ങളെ ലെസൺ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ലാസ്റ്റ് കാർഡ് ഇവിടെ നമുക്ക് റെക്കഗ്നീഷൻ ഉണ്ട്. ഡിവൈൻ വിൽ ഹെൽപ്പ് യു റെക്കഗ്നൈസ് സൈൻസ് ആൻഡ് മിറക്കിൾസ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് സയൻസ് കാണിച്ചു തരുമ്പോൾ, ഇതൊക്കെ കാണിക്കുമ്പോൾ യൂണിവേഴ്സ് ശരിക്കും പറയുന്നുണ്ട് ദാറ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങൾ നല്ലതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഈ സയൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആക്ച്വലി അങ്ങനെ സയൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ് എന്നാണ് അർത്ഥം. ആ സ്പിരിച്വൽ ജേർണി ആണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയോ പഠിക്കാനുണ്ട്, നിങ്ങളെ തന്നെ മാറ്റാനുണ്ട്. അതിന് നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു സോൾ കണക്ഷൻ, ഒരിക്കലും ഒരു കാർമിക് കണക്ഷൻ ആവില്ല. ഞാൻ പറയാം, ഉറപ്പാണ്. കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, കാർമിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ ലെസൺ പഠിപ്പിക്കാനാണ്. ഓക്കെ, നിങ്ങളെ ബോൾഡ് ആക്കാനാണ്, നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് അൺകണ്ടീഷണലി നമ്മൾ സ്നേഹം എന്താണ്, ശരിക്കും സ്പിരിച്വൽ ഒരു സ്നേഹം, അത്രത്തോളം നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? കൊടുക്കൽ വാങ്ങലല്ല. ഓക്കെ, അല്ലാതെ നമ്മളൊരാളെ ഒന്നും തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും ഒരാളെ സ്നേഹിക്കാൻ പറ്റുക. ശരിക്കും കൃഷ്ണൻ രാധ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും അതിനെ നിങ്ങളൊരു വെറും ഒരു ലവ് സ്റ്റോറി ആയിട്ട് എടുക്കരുത്. ഓക്കെ, ആ രാധയുടെ സ്നേഹം എന്തായിരുന്നു അത് മനസ്സിലാക്കുക നിങ്ങൾ, അതെന്താണ്. ഓക്കെ, നിങ്ങളൊക്കെ പറയും ഇന്നത്തെ കാലത്തൊക്കെ പ്രാക്ടിക്കലാണോ? ഞാൻ അതുകൊണ്ട് ഇവിടെ തർക്കിക്കുന്നില്ല, ഞാനില്ല. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവർ കൂടുതൽ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഒരു കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്നേഹം അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഇപ്പം നമ്മൾ കണ്ടുവന്നത് നിങ്ങളിതൊരു സ്പിരിച്വൽ ജേർണി ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കണക്ഷനിൽ ഇവിടെ യൂണിവേഴ്സ് കൂടുതലും പറയുന്നത് നിങ്ങളിങ്ങനെ കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് ചിന്തിച്ച് റിലേഷൻഷിപ്പിനെ കാണാൻ തുടങ്ങുക എന്നാണ്. ഓക്കെ, വെറും ഒരു ലവ് സ്റ്റോറി അല്ലാതെ, വെറും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഇതല്ലാതെ അതിൽ കൂടുതലുണ്ട്, ഡെപ്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അത് നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, സോ ഓക്കെ, ആദ്യം ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുക. എൻ്റെ കണക്ഷനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വരും. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.